ഓൺലൈൻ തട്ടിപ്പിലൂടെ കഴിഞ്ഞ 4 മാസത്തിനിടയിൽ കേരളത്തിൽ നിന്ന് 180 കോടി രൂപയാണ് തട്ടിച്ചു കൊണ്ടുപോയത്. ഇത് കേന്ദ്രത്തിൻ്റെ കണക്കാണ്. അത് കേരളീയരെ പണം തട്ടുന്ന പല രീതിയിലാണ്. നമുക്ക് പണം ആവശ്യം വരുമ്പം ചില ആപ്പിലൊക്കെ കയറി ചില ലോണുകൾ എടുക്കും. അതിൻ്റെ പലിശയായിട്ടൊക്കെ വലിയ ഡിമാൻഡ് ചെയ്യും അവർ. പിന്നെ നമുക്ക് ഓരോ പ്രോജക്റ്റിന് പൈസ തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതിൻ്റെ പ്രാരംഭമായ പ്രിലിമിനറി റിപ്പോർട്ടിന് ഇത്രായിരം രൂപ അങ്ങോട്ട് കൊടുക്കണമെന്ന്. തട്ടിപ്പ് പല രീതിയിലാണ്. അപ്പം അങ്ങനെ തട്ടിച്ചതാണ് 180 കോടി രൂപ. നിങ്ങൾക്ക് നിങ്ങളുടെ പണം നിങ്ങൾ വിശ്വസിക്കുന്ന രീതിയിൽ ഒരാൾ പറഞ്ഞു പറ്റിച്ചു. അതിനുശേഷം രണ്ടാമത്തെ ഗഡു വീണ്ടും പറ്റിച്ചു. മൂന്നാമത്തെ ഗഡു പൈസ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് സംശയങ്ങൾ തോന്നി തുടങ്ങിയത്. ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ 1930 വിളിക്കുക. നമുക്കൊരു ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടായി നമുക്ക് എല്ലാവർക്കും 100 കൺട്രോൾ റൂമിൽ വിളിക്കാൻ അറിയാം. 101 ഫയർഫോഴ്സിനെ വിളിക്കാൻ അറിയാം. കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം. അതുപോലെ നമ്മൾ മനപ്പാടമാക്കേണ്ടതാണ് കേന്ദ്രത്തിൻ്റെ സൈബർ കോർഡിനേഷൻ, അവരുടെ സൈബർ ക്രൈം കോർഡിനേഷൻ്റെ നമ്പറാണ് 1930. ഇതെല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്നവരെല്ലാം കാണാപ്പാടം പഠിച്ചു വെച്ചോണം. നിങ്ങളുടെ ഫണ്ട് എങ്ങോട്ടെങ്കിലും തട്ടിച്ച് മാറി, അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഉടനെ മനസ്സിലായി പണം പോയി. ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ ബാങ്കിൽ ഓടുന്നതിന് പകരം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ 1930 വിളിച്ച് നിങ്ങളുടെ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ, നിങ്ങളുടെ പോയ പണം, ഏത് ബാങ്ക്, അത്രയും പറഞ്ഞാൽ ആ പണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഏത് അക്കൗണ്ടിൽ പോയോ എത്രയും പെട്ടെന്നാണെങ്കിൽ ആ അക്കൗണ്ടിൽ അത് ഫ്രീസ് ചെയ്യും. ആ അക്കൗണ്ടിൽ നിന്ന് വേറൊരു അക്കൗണ്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അതും ഫ്രീസ് ചെയ്യും. അപ്പം കഴിവുള്ള നേരത്ത് മനസ്സിലായ ഉടനെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ അത് 1930 എന്ന നമ്പറിൽ വിളിക്കണം. കേന്ദ്രത്തിൻ്റെ സൈബർ ക്രൈം കോർഡിനേഷൻ്റെ വിങ്ങിലാണ് നിങ്ങൾ ചെല്ലുന്നത്. ഇന്ത്യയിൽ എല്ലായിടത്തും ആക്സസ് കൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നടപടി ഉണ്ടാവും. ഇത് നമ്മൾ പഠിച്ചു വെക്കണം. അതുകൊണ്ട് ഇനി അതുപോലെ ഒരു തട്ടിപ്പ് നിങ്ങൾക്ക് ഉണ്ടാകരുത്. സൈബർ തട്ടിപ്പുകളിൽ ഏകദേശം 21,200 മൊബൈൽ ഫോണ് ഇന്ത്യയിൽ സൈബർ തട്ടിപ്പ് നടത്തുന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അത് സെൻട്രൽ ഗവൺമെൻറ് ഇപ്പം അതിൻ്റെ IMEI നമ്പർ ഓരോ മൊബൈൽ ഫോണിൻ്റെ അകത്ത് നമ്മൾ സിം കാർഡ് ഇടുന്നത് നോക്കിയാൽ അതിൻ്റെ IMEI നമ്പർ നമുക്ക് കാണാൻ പറ്റും. ആ നമ്പർ നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് ബ്ലോക്ക് ചെയ്യും. ടെലികോം ഡിപ്പാർട്ട്മെൻറ്റ് ബ്ലോക്ക് ചെയ്താൽ പിന്നെ സിം ഇട്ട് ആരെയും വിളിക്കാൻ കഴിയില്ല. അപ്പം അങ്ങനെ 21,200 ഫോണുകളിൽ നിന്ന് 20 ലക്ഷം സിം കാർഡ് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടെത്തി കഴിഞ്ഞു. അപ്പം സെൻട്രൽ ഗവൺമെൻറ് അത് കണ്ടെത്താനായിട്ട് നോക്കുകയാണ്. 21,200 ഫോണിൻ്റെയും IMEI നമ്പർ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു. അതിനകത്ത് ഇനി വരാൻ പോകുന്നത് KYC നോ യുവർ കസ്റ്റമർ, ആരാണത് ഉപയോഗിച്ചത്, അതിലേക്ക് വരും കേന്ദ്ര ഗവൺമെൻറ്. തട്ടിപ്പുകാർക്ക് ഇതൊരു വാണിംഗ് ആണ്. മനസ്സിലാക്കിക്കോളൂ. നിങ്ങൾ അയക്കുന്ന വാട്സാപ്പും മെസ്സേജുകളും രണ്ടും കളവായിട്ട് നിങ്ങൾ പലരും പല തട്ടിപ്പുകളും നടത്തുന്നുണ്ട്. അത് പിടി വീഴും, അതിന് യാതൊരു സംശയമില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സൈബർ വിങ് ഇപ്പോൾ ഇന്ത്യയിൽ നടത്തുന്ന വിവിധങ്ങളായ തട്ടിപ്പുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. രാജ്യസുരക്ഷയ്ക്ക് ആവശ്യമായ കാര്യമാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ ഈ രീതിയിലുള്ള തട്ടിപ്പുകൾക്ക് ഒരു പരിഹാരം ഉണ്ടാകാൻ ശ്രമിക്കുകയാണ്. ഇപ്പം ഈ തട്ടിപ്പിൻ്റെ വിവിധ രീതിയിലുള്ള തട്ടിപ്പുകൾ നമുക്കറിയാം. അടുത്ത കാലത്ത് നമ്മൾ കണ്ട ഒരു തട്ടിപ്പ്, നിങ്ങൾ പാഴ്സലൊക്കെ ഒരെണ്ണം വരുത്തുകയാണെങ്കിൽ വിദേശത്തുള്ളവർ ചിലപ്പോൾ നിങ്ങൾക്കൊരു പാഴ്സൽ ബന്ധുക്കൾ അയക്കാം, ഇന്ത്യയിലുള്ള മറ്റു സ്റ്റേറ്റിലുള്ളവർക്ക് പാഴ്സൽ അയക്കാം. അങ്ങനെ വരുന്ന പാഴ്സല് അതിനകത്തുനിന്ന് ഒരു കോള് വരും. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പാഴ്സലിനകത്ത് കുറച്ച് കഞ്ചാവുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഡ്രഗ്സ് ഉണ്ട്, അതുകൊണ്ട് CBI എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ കസ്റ്റംസിൽ നിന്നാണ് വിളിക്കുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ വരിക. നമ്മൾ അടുത്ത കോള് മെനക്കെട്ട് നമ്മൾ വിളിക്കും. നമ്മൾ പൂട്ടിപ്പോകുമല്ലോ എന്ന് പേടിച്ച് അതെങ്ങനെയെങ്കിലും ഒതുക്കാൻ നിങ്ങൾ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ
ഇന്ന സ്ഥലത്ത് കൊടുക്ക്, CBI ഇൻസ്പെക്ടറോ അല്ലെന്നുണ്ടെങ്കിൽ കസ്റ്റംസോ അവിടെ വരും, പൈസ കൊടുത്ത് ഒതുക്കാൻ പറയും. നമ്മൾ പണയം വെച്ചും കൈവായ്പ വാങ്ങിച്ചും ഈ പൈസ ആയിട്ട് കൊണ്ട് കൊടുക്കും. ഇത് 13 മലയാളികൾ ചേർന്ന് കംബോഡിയയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു തട്ടിപ്പാണ്. അത് കണ്ടെത്തി കഴിഞ്ഞു കേന്ദ്ര ഗവൺമെന്റ്. 13 മലയാളികൾ ഇവിടുന്ന് കംബോഡിയയിൽ പോയിരുന്നിട്ടാണ് ഈ ഓപ്പറേഷൻ നടത്തുന്നത്. അവരുടെ ഒരു പ്രത്യേകതയാണ് CBI വരുന്നു, കസ്റ്റംസ് വരുന്നു, പിന്നെ അധികാരപ്പെട്ടവർ വരുന്നു. അങ്ങനെ നമ്മളെ പേടിപ്പിച്ച്, നമ്മളറിയാത്ത കുറ്റത്തിന് നമ്മളെ പേടിപ്പിച്ച് പൈസ തട്ടുന്ന ഈ ഒരു പരിപാടി കംബോഡിയൻ പരിപാടിയാണ്. അത് മലയാളിയുടെ തലേന്ന് പോയതാണ്. 13 മലയാളികൾ ചേർന്നുണ്ടാക്കിയ ഒരു കമ്പനിയാണ്. ആ 13 ഒരാളെ എന്തായാലും തന്ത്രപൂർവ്വം ഇന്ത്യയിലേക്ക് വരുത്തി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ വർക്കല ഒരു കടയുടമ ഒരാൾക്ക് 250 സിം കാർഡ് കൊടുത്തു. ആ സിം കാർഡ് അത്രയും വിദേശത്ത് പോയി. ഒരാൾക്ക് ഒരു സിം കാർഡേ കൊടുക്കുകയുള്ളൂ. ആളെയും KYCയിൽ നമുക്കറിയാം, ആ കസ്റ്റമറെ അറിയാം, ആ കസ്റ്റമറുടെ ഡീറ്റെയിൽസ് കൊടുത്തെങ്കിലേ ഒരു സിം കാർഡ് കിട്ടുള്ളൂ. ഒരേ കസ്റ്റമർ പല സ്ഥലത്തും പോയി ഇങ്ങനെ സിം കാർഡ് വാങ്ങിച്ചാൽ പിടിക്കപ്പെടും. 9 ഫോൺ വരെ ഒരാൾക്ക്, 9 സിം കാർഡ് വരെ ഒരാൾക്ക് ഉപയോഗിക്കാമെന്നാണ് ഇപ്പം പറയുന്നത്. ആ സിം കാർഡ് അല്ലാതെ ഒരേ ആൾക്ക് ഏകദേശം 250 സിം കാർഡ് വർക്കലയിലെ ഒരാൾ കൊടുത്തു, കച്ചവടക്കാരൻ കൊടുത്തു, അയാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ബാംഗ്ലൂർ ആയിരുന്നു കംബോഡിയൻ ടൈപ്പിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഈ തട്ടിപ്പ് നടത്തിയത്. ബാംഗ്ലൂർ സെൻട്രലൈസ് ചെയ്ത കുറെ മലയാളികൾ ഉൾപ്പെടെയുള്ള ഒരു ആൾക്കാരുടെ കൂട്ടമായിരുന്നു. അതും പിടിക്കപ്പെട്ട് കഴിഞ്ഞു. അവരുടെ മോഡസ് ഓപ്പറാണ്ടി, എങ്ങനെയാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നതെല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഏതായാലും 20 ലക്ഷം സിം കാർഡുകളുടെ നോ യുവർ കസ്റ്റമർ എന്ന് ആരാണ് അത് ഉപയോഗിച്ചതെന്ന് ഒക്കെ വരുന്നുണ്ട്. ആ 20 ലക്ഷം ആൾക്കാരുടെ അവരുടെ ഫോണ് 28,200 ഫോൺ, 28,200 മൊബൈലാണ്. അതിൻ്റെ EMEI നമ്പറുകളും ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ മറക്കരുത്, നിങ്ങൾക്ക് പണം നഷ്ടപ്പെട്ടാൽ നമ്മൾ കൺട്രോൾ റൂമിൽ വിളിക്കുന്ന പോലെ, ഫയർഫോഴ്സ് വിളിക്കുന്ന പോലെ 1930 ഇമ്മീഡിയറ്റ് ആയിട്ട് വിളിച്ചാൽ നിങ്ങളുടെ പണം ഏത് ബാങ്കിലേക്കാണ് പോയത് അവിടെ ബ്ലോക്ക് ചെയ്ത് നമുക്ക് പണം തിരിച്ചു കിട്ടാനുള്ള നടപടികൾ വരുന്നു. അത് കഴിഞ്ഞ മാർച്ച് മുതൽ തുടങ്ങിയതാണ്. അത് നമ്മൾ പലരും അറിഞ്ഞിട്ടില്ല എങ്കിലും അത് കൂടാതെ മറ്റൊരു സംഭവം കൂടെ ഉണ്ടായി. 1930 ഞാൻ പറഞ്ഞ പോലെ തന്നെ ചക്ഷു എന്നൊരു ആപ്പ് വന്നിരിക്കുന്നു, ഒരു പോർട്ടൽ. ആ പോർട്ടൽ എന്തിനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന വാട്സാപ്പ് മെസ്സേജ്, കള്ളമായിട്ട് വരുന്ന വാട്സാപ്പ് മെസ്സേജുകൾ, അതുപോലെ നിങ്ങൾക്ക് വരുന്ന ചില മെസ്സേജുകൾ, വാട്സാപ്പിൽ കൂടെ വരുന്ന മെസ്സേജുകൾ, ഇങ്ങനെ നിങ്ങളെ പറ്റിക്കുന്ന മെസ്സേജുകൾ നമ്മൾ അന്തം വിട്ട് അത് വിശ്വസിച്ചു പോകും. അങ്ങനെയുള്ള കളവായിട്ടുള്ള മെസ്സേജ് ആണോ വാട്സാപ്പിലും മറ്റേ മെസ്സേജ് എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു സാധനം ചക്ഷു എന്ന കേന്ദ്ര ഗവൺമെൻറ് പുതിയൊരു ആപ്പ്. അതിട്ട് കഴിഞ്ഞാൽ ഇത് കള്ള മെസ്സേജ് ആണോ, അതിൻ്റെ ഉറവിടം കള്ളമാണോ, അത് വാട്സാപ്പ് കൊടുത്ത ആള് കള്ളത്തരത്തിലാണോ എന്നൊക്കെ അറിയാം. ഇതുകൂടെ നോക്കിക്കഴിഞ്ഞിട്ട് മാത്രമേ അതിലേക്ക് റിയാക്ട് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് മറക്കരുത്, 1930 എന്ന നമ്പർ നിങ്ങൾ പണം തട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വിളിക്കുക. നമ്പറിൽ അത് ബ്ലോക്ക് ചെയ്യും, നിങ്ങളുടെ മണി സേവ് ചെയ്യാൻ സാധിക്കും.